ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്താം. അനേകർ കർത്താവിൻ്റെ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പലർക്കും സാധിക്കുന്നില്ല. അനേകരുടെ മുമ്പിലേക്ക് വചനം വിളമ്പപ്പെടുന്നു, പക്ഷേ പലരും അത് ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ദൈവവചനത്തോട് വിവിധങ്ങളായ മനോഭാവങ്ങൾ കാണിക്കുന്ന മനുഷ്യരുടെ നടുവിൽ ദൈവവചനം നമുക്ക് വേണ്ടി കർത്താവ് വിളമ്പിത്തരുമ്പോൾ അതിന് തയ്യാറായി, അത് സ്വീകരിക്കാൻ തയ്യാറായി വചനം ഭക്ഷിച്ച് നമ്മളുടെ ആത്മാവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ താല്പര്യപ്പെട്ട് വന്നിരിക്കുന്ന നമ്മളെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്കിങ്ങനെ ഒരു മനസ്ഥിതി തന്ന് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് രക്ഷയും നമ്മുടെ ഈ ജീവിതത്തിന് അഭിവൃദ്ധിയും നിത്യജീവൻ്റെ ഒരു വാഗ്ദാനവുമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യേശുപിതാവേ, വിശുദ്ധരെ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രത്യേകമായും പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഈ വചനം കേട്ട് വചനത്തിൽ ആഴപ്പെടുവാനുള്ള കൃപ തരണമേ. ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുവാൻ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, ചില സമയത്ത് ബൈബിൾ വായിച്ചു പോകുമ്പോൾ കർത്താവിൻ്റെ ചില കാര്യങ്ങൾ കാണുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, വളരെ ഫണ്ണി ആയിട്ട് ചിലപ്പോൾ തോന്നും. ചിലതൊക്കെ ഒരു മനുഷ്യൻ എന്നതുപോലെ ദൈവം ഇടപെട്ട് മനുഷ്യരുടെ കൂടെ നിന്ന് മനുഷ്യർ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് തോന്നും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലൂടെ എനിക്ക് ബൈബിൾ വായിച്ചു പോയപ്പോൾ മനസ്സിനെ സ്പർശിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് കണ്ടിട്ട് നമ്മളതിനെക്കുറിച്ച് ദൈവഹിതം എന്താണെന്ന് അന്വേഷിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരെ കാണുന്നുണ്ട്, 13 മുതൽ. അവിടെ 28 മുതലുള്ള തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ഈശോയുടെ ഒരു പ്രത്യേക സ്വഭാവം, അതായത് ചില സമയത്തൊക്കെ ഈശോ എന്തോ ഇങ്ങനെ അഭിനയിക്കുന്നത് പോലെ തോന്നും. ഈശോ അങ്ങോട്ട് വലിയ ഗൗരവമായിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല, നിങ്ങൾ വേറെ രീതി ചിന്തിക്കണമെന്ന് പറയുന്നത് പോലെ അതിനൊരു സംഭവമാണിത്. അതായത് അവർ എത്തേണ്ടിരുന്ന 28, 29 തിരുവചനങ്ങളാണ്. അവർ എത്തേണ്ടിരുന്ന ഗ്രാമത്തോട് അടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. വീണ്ടും വചനം പറയുകയാണ്, അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഈശോ അവരുടെ കൂട്ടത്തിൽ താമസിച്ച് അവർക്ക് വേണ്ടിയിട്ട് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ആ കുർബാന അർപ്പണം, അവിടെ അപ്പം മുറിച്ചു എന്ന് പറയുന്ന കുർബാന അർപ്പണം, ആ ഒരു മഹാ അത്ഭുതം അവിടെ ചെയ്യുകയാണ്. സത്യത്തിൽ ഈശോ ഈ ശിഷ്യന്മാരുടെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നല്ലേ, ഇവരുടെ കൂട്ടത്തിൽ നടന്ന് ഇവരെ വചനം പഠിപ്പിച്ച് ഇവരുടെ മനസ്സ് തുറന്ന് അവരുടെ ആത്മാവിനെ ജ്വലിപ്പിച്ച് കുർബാന അർപ്പിച്ച് ഇവർക്ക് എന്നെ വെളിപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെ ഈശോ ആഗ്രഹിച്ചത്, അങ്ങനെ തീരുമാനിച്ച് തന്നെയല്ലേ ഈശോ വന്നത്. ഈശോ അങ്ങനെ തീരുമാനിച്ച് വന്നിട്ട് പോലും അവസാനം അവർ ആ സന്ധ്യയായി അവർ വീട്ടിൽ താമസിക്കാൻ വേണ്ടി തുടങ്ങി. ഈശോ ഒരു അഭിനയം കാഴ്ച, ഒരു ഭാവിക്കുകയാണ്, ഞാനങ്ങ് പോകുകയാണെന്ന് പറയുകയാണ്. സത്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈശോ ഇങ്ങനെ ഒരു അഭിനയമാണ് അവിടെ. എന്തിനു വേണ്ടിയാണ് ഈശോ ഇങ്ങനത്തെ നോക്കിയാൽ ചിലപ്പോൾ ചില മനുഷ്യർ പറയാറില്ല, ഇച്ചിരി നിർബന്ധിച്ചായിരുന്നെങ്കിൽ ഞാനങ്ങ് ചെയ്തേനെ. വിശുദ്ധ യോഹന്നാൻ 6 ഈശോ ഇങ്ങനെയാണ്, 6:5 മുതൽ തിരുവചനങ്ങൾ. യേശു കണ്ണുകളുയർത്തി ഒരു വലിയ ജനതതി അവൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ഈശോ നോക്കുമ്പോൾ, ഈശോ ഇങ്ങനെ മലയിലിരിക്കുകയാണ്, ശിഷ്യന്മാർക്ക് ചുറ്റുവട്ടത്തുണ്ട്. ഈശോ ഇങ്ങനെ നോക്കുമ്പോൾ താഴ്വാരത്തു നിന്ന് ഇങ്ങനെ വലിയൊരു ജനതതി, ആയിരക്കണക്കിന് ജനം ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുക, മലയിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഈശോയുടെ വചനം കേൾക്കാൻ വേണ്ടി. പെട്ടെന്ന് ഫിലിപ്പോസിനെ വിളിച്ചിട്ട് ഈശോ പറയാണ്, ഫിലിപ്പോസേ, നോക്ക് എത്ര പേരാണ് വരുന്നതെന്ന്, ഇവർക്കെല്ലാം കൂടി നമ്മുടെ ഇവിടുന്ന് ലഞ്ച് കൊടുക്കണ്ടേ? എവിടുന്ന് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള അപ്പം കൊടുക്കും? ഫിലിപ്പോസിന് ടെൻഷൻ കയറിയിട്ട് ഒരു രക്ഷയില്ല. ഫിലിപ്പോസ് പിന്നെ ഫോൺ വിളിക്കുന്നു, മൊബൈൽ എടുക്കുന്നു, നാട്ടിലുള്ള സകല കാറ്ററിംഗുകാരെയും വിളിക്കുന്നു. ഇത്രയും പേർക്കുള്ള ഭക്ഷണം എത്ര കാറ്ററിംഗുകാർ കൊടുത്താലാ? നോക്കിക്കേ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ഈശോ അവിടെ, ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ആ പാവം ഫിലിപ്പോസ്, പാവം, അതിനെന്നാ ചെയ്യാൻ പറ്റും? ഒരു ഈശോയ്ക്കറിയാം അത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കണം, പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ സകല കാറ്ററിംഗുകാരും കൂടെ ഒത്തുചേർന്നാലും കൊടുക്കാൻ പറ്റില്ല. എന്നിട്ടും ഈ പാവപ്പെട്ട ഫിലിപ്പോസിനെ എന്തിനാണ് കർത്താവ് കഷ്ടപ്പെടുത്തിയത്? അതുപോലെ നമ്മൾ നോക്കിയാൽ
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ നോക്കി. അവിടെ 21 മുതൽ 28 വരെ തിരുവചനങ്ങളിൽ കാനാൻകാരിയുടെ വിശ്വാസം നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ്. എന്താ അവിടെ ഈശോ പറയുന്നത്? അവൾ വന്ന് ഈശോയോട് പറയാണ്, കർത്താവെ സഹായിക്കണം, എൻ്റെ മകള് ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ്, പിശാചു ബാധിതയാണ്, സഹായിക്കണം. ഈശോ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്, ഒരു മൈൻഡും ഇല്ല. അപ്പോൾ ശിഷ്യന്മാർ വന്ന് ഈശോയോട് പറയണം, കർത്താവെ ഇത് കുറേ നേരമായി കരഞ്ഞുകൊണ്ട് നടക്കുന്നു, ആ പാവ സ്ത്രീ അതിനോടൊന്ന് എന്തെങ്കിലും ചെയ്യരുത്, അല്ലെങ്കിൽ നമുക്കത് ഒരു തലവേദനയായിരിക്കും, ഇത് ഇങ്ങനെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. ഈശോ പറയുകയാണ്, മക്കളുടെ ഭക്ഷണം എടുത്തിട്ട് നായ്ക്കൾക്ക് ഇട്ട് കൊടുത്തിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്, അത് ചെയ്യാൻ പാടില്ല. വീണ്ടും നിരുത്സാഹപ്പെടുത്തുകയാണ്, ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് അവിടെ ഈശോ ആ സ്ത്രീക്ക്. ശിഷ്യന്മാർക്കും തോന്നിക്കാണ് എന്താ കർത്താവ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുക, എന്നിട്ട് ഈശോ താല്പര്യമില്ലാത്ത പോലെ കടന്നു പോവുകയാണ്, പിന്നെ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. അതൊക്കെ ഈശോയുടെ ചില സ്വഭാവങ്ങൾ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ എന്താ ഈ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നും. മനുഷ്യനെ പ്രതിസന്ധിയിൽ തള്ളിയിട്ടിട്ട് ആ കരയ്ക്ക് നോക്കി ഇങ്ങനെ ശാന്തമായിട്ട് കരയ്ക്ക് കയറി വലിയ കുഴിയിൽ ഉന്തിയിട്ടിട്ട് കരയ്ക്ക് കയറി കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? നമ്മളതിൻ്റെ ഒരു കുറച്ച് എന്തുകൊണ്ടായിരിക്കും ഈശോ അങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടായിരിക്കും കർത്താവ് തൻ്റെ ജനത്തോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നൊന്ന് ധ്യാനിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കാണുക. ഒന്ന്, ഈ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമേ ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളൂ. അത് തുടർന്ന് വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. 5-ാമത്തെ തിരുവചനമാണ് ഞാൻ വായിച്ചത്. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതയെ അവൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? കയ്യിൽ കാശുമില്ല, കിട്ടാൻ അത്രമാത്രം അപ്പവും ഇല്ല. ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് 6-ാമത്തെ തിരുവചനം പറയുകയാണ്, വിശുദ്ധ യോഹന്നാൻ 6:6, അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസിനെയും മറ്റ് ശിഷ്യന്മാരെയും സ്ലീഹന്മാരെ ഓരോരുത്തരെയും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് ഈശോ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. നോക്കിക്കേ, ഈശോയുടെ മനസ്സിലൊരു തീരുമാനമുണ്ട്. ഈ 5 അപ്പം ഒരു കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, 2 മീനുമുണ്ട്, അതൊക്കെ ഈശോയ്ക്ക് അറിയാം. അത് ഈശോയുടെ അനന്തജ്ഞാനത്തിൽ ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ആ ശിശുക്കൾ ആ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് ആ അപ്പം മേടിച്ച് അത് വർദ്ധിപ്പിക്കും. ഇത് ഈശോയെ തീരുമാനിച്ച കാര്യമാണ്. പക്ഷേ അതിനു മുൻപേ തൻ്റെ ശിഷ്യന്മാരെ ഒന്ന് പരീക്ഷിക്കുകയാണ് ഈശോ. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തെ പരിശോധിക്കുക. ഇവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കാണണം. ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായാൽ ഇതിനോട് ഇവരെങ്ങനെ പ്രതികരിക്കും? ഈ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രതികരണത്തിൽ നിന്നാണ് ഈശോയോടുള്ള സ്നേഹം, ഈ സ്ലീഹന്മാർക്ക്, ശിഷ്യന്മാർക്ക് ഈശോയോടുള്ള സ്നേഹവും ഈശോയോടുള്ള വിശ്വാസവും ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുക. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാനാൻകാരി എന്ന് പറയുന്ന വിശ്വാസം ഈശോയോടുണ്ടെങ്കിലും വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമല്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഭാഗമല്ല. ഒരു വിജാതീയ സ്ത്രീയാണ്. അപ്പോൾ വിശ്വാസ സമൂഹത്തിൻ്റെ യഥാർത്ഥ കാറ്റക്കിസം കിട്ടി ഒരു മതബോധനം കിട്ടി വളർന്നവളല്ല അവൾ. അപ്പോൾ അവളുടെ വിശ്വാസം എത്രമാത്രമെന്ന് പരീക്ഷിച്ചറിഞ്ഞ് അവൾക്ക് ആഴപ്പെട്ട വിശ്വാസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ഈശോയുടെ ആഗ്രഹം. അതേസമയം മറ്റ് ശിഷ്യന്മാരുടെ കാര്യം വിശുദ്ധ യോഹന്നാൻ 6-ലും വിശുദ്ധ ലൂക്ക 24-ലും നമ്മൾ കണ്ട ആ ശിഷ്യന്മാരുടെ കാര്യത്തിൽ അവർ ഈശോയുടെ കൂടെ നടന്ന് മതബോധനം കിട്ടിയവരാണ്. അവർ ജനിച്ചപ്പോൾ മുതലേ യഹൂദ വംശത്തിൽ തന്നെ ജനിച്ച് വളർന്നവരാണ്. അപ്പോൾ അവരുടെ വിശ്വാസം പരീക്ഷിക്കുക അല്ല, അതിനപ്പുറത്തേക്ക് അവരെത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെന്ന് നോക്കുക. അവരുടെ വിശ്വാസത്തിനും അപ്പുറത്തേക്ക് ദൈവത്തിലുള്ള ശരണം ആണ്. നമുക്ക് ഇവിടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ അവൻ ചെയ്യേണ്ടത് എന്ത് എന്ന് അവൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു. എങ്കിലും ഫിലിപ്പോസിനോട് ഈ പ്രശ്നം അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാക്കി. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട വിശുദ്ധ ലൂക്ക 24 അവിടെ ഇവർക്ക് ഈശോയുടെ പരിശുദ്ധ കുർബാനയിലേക്ക് വളരണമെങ്കിൽ സാധാരണ ശരാശരി ശരണപ്പെടൽ പോരാ, ശരാശരി വിശ്വാസം പോരാ. അവരുടെ ഹൃദയം വെറുതെ ഒന്ന് ജ്വലിച്ചാൽ മാത്രം പോരാ.
ആ ജ്വലിച്ച ഹൃദയം യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ദാഹിക്കണം. വചനം കേട്ട് ജ്വലിച്ച ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം ഈശോയെ സ്വന്തമാക്കാൻ ദാഹിക്കണം. ഈ ദാഹത്തിൻ്റെ പ്രതിഫലനമാണ് നിർബന്ധം. അവർ പറയുകയാണ്, അവർ ഈശോയെ നിർബന്ധിക്കുകയാണ്, ഈശോയെ പോകരുത്. ഈശോയാണെന്ന് അന്നേരം അവർക്ക് അറിയത്തില്ല. പക്ഷേ ഏതോ ഒരു വിശുദ്ധ പ്രവാചകൻ എന്നുള്ള രീതിയിലായിരിക്കാം, ഒരു ദൈവ മനുഷ്യൻ എന്നുള്ള രീതിയിലായിരിക്കാം പറഞ്ഞത്, പോകരുത്, ഞങ്ങളുടെ കൂടെ വസിക്കണം, സന്ധ്യയാകാനായി. ഒന്നേക്ക് ഈശോ, അതായത് ദൈവവചനം കൊടുത്ത, ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനിച്ചു കൊടുത്ത ആ ഒരു സാന്നിധ്യത്തെ സ്വന്തമാക്കാൻ ഇവരാഗ്രഹിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നില്ല. നമ്മൾ കുറേ പരിത്യാഗങ്ങളും പ്രാർത്ഥനകളും നടത്തി പല കാര്യങ്ങളും ചെയ്തു, എന്നിട്ടും കർത്താവ് കേൾക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഒരു ദൈവികമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോഴേ നമ്മൾ നിർത്തിയിട്ട് ഇട്ടേച്ച് പോവുകയാണെങ്കിൽ അതവിടെ തീർന്നു. പിന്നെ ദൈവിക അനുഭവം ഉണ്ടാകുകയില്ല, ദൈവ ഇടപെടലും ഉണ്ടാകില്ല. കാരണം എന്താ? നമ്മളുടെ വിശ്വാസവും ശരണവും അത്രയേ ഉള്ളൂ. എന്നാൽ തുടർന്ന് നമ്മൾ പോവുകയാണ്. ആ കാനാൻകാരിയെ പോലെ, അല്ലെങ്കിൽ ഈ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ തുടർന്ന് വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ്, അല്ലെങ്കിൽ ഈശോയോട് അടുത്തടുത്ത് നിൽക്കുകയാണ്, ഈശോയെ സ്വന്തമാക്കാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. എനിക്ക് പരിശുദ്ധ കുർബാനയാകുന്ന ഈശോയെ കണ്ടറിയുവാനുള്ള, തൊട്ടറിയാനുള്ള, രുചിച്ചറിയാനുള്ള ആ ഒരു വലിയ മിസ്റ്റിക്കൽ ഗിഫ്റ്റ് അല്ലേ, വളരെ സ്വർഗീയ രഹസ്യാത്മകമായ ഒരു സമ്മാനം, മിസ്റ്റിക്കൽ ഗിഫ്റ്റ്. പരിശുദ്ധ കുർബാന അനുഭവിക്കാൻ പറ്റുക, കുർബാനയുടെ അർത്ഥവും ആഴങ്ങളും മനസ്സിലാക്കാൻ പറ്റുക, ഇതൊരു മിസ്റ്റിക്കൽ ഗിഫ്റ്റാണ്. അപ്പോൾ ആ ഒരു മിസ്റ്റിക്കൽ ഗിഫ്റ്റ് കിട്ടുന്നതിന് മുമ്പ് ഈശോ അവരെ പരിശോധിച്ചു, അവരെ പരീക്ഷിച്ചു. എന്നിട്ട് അവർ യോഗ്യരെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കൃപ കൊടുത്തു. നോക്കിയാൽ നമ്മൾ വലിയ വലിയ കൃപകളിലേക്ക്, വലിയ വലിയ അനുഗ്രഹങ്ങളിലേക്ക് വളരണമെങ്കിൽ നമ്മളിതുപോലെ ചില പരിശോധനകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയി വിജയിക്കണം. കടന്നു പോയാൽ മാത്രം പോരാ, വിജയിക്കണം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ദൈവികമായ കൃപകളിലേക്ക് വളരാൻ ഈശോ ആഗ്രഹിക്കുമ്പോൾ, വലിയ കൃപകൾ നമുക്ക് തരാൻ ഈശോ ആഗ്രഹിക്കുമ്പോൾ, ആ തരുന്ന കൃപയുടെ മൂല്യത്തിനൊത്ത വിധം നമ്മൾ പരിശോധിക്കപ്പെടും. വിശുദ്ധീകരിക്കപ്പെടുന്ന വേറൊരു വശമാണ്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അത് പരിശോധിക്കപ്പെടും, പരീക്ഷിക്കപ്പെടും. ഈ പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അതിനോട് ക്രിയാത്മകമായി വിശ്വാസത്തോടെ വലിയ ദൈവാശ്രയ ബോധത്തോടു കൂടിയാണ് ഇടപെടുന്നതെങ്കിൽ, പ്രതികരിക്കുന്നതെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. ഇനി അങ്ങനെയല്ല ഉദാസീനമായിട്ട് അല്ലെങ്കിൽ നിരാശപ്പെട്ട്, ദൈവം ഒന്നും കേൾക്കുന്നില്ല, ഇത്രയായില്ലേ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒരു 1992 കാലഘട്ടങ്ങളിൽ കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ സെമിനാരി ചേർന്നിട്ടേ ഉള്ളൂ, 92. അത് കരിസ്മാറ്റിക്കൊക്കെ തുടങ്ങി കുറച്ചിങ്ങായ ഒരു കാലമായിരിക്കും. പക്ഷേ എൻ്റെ ഓർമ്മയിൽ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ അങ്ങനെ ഒന്ന് ഒരു എന്താ പറയുക, ഒരു പൊതുവായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്നൊക്കെ ഞാൻ വലിയ ആഗ്രഹം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, കൃപ കിട്ടണം, പിന്നെ വചനം പ്രസംഗിക്കണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആ ആഗ്രഹങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്കൊന്ന് മൈനസ് സെമിനാരിലൊരു 3 വർഷം, പിന്നെ ഫിലോസഫി 2 വർഷം. അത് കഴിഞ്ഞിട്ടാണ് ഉടുപ്പിടാൻ നോവിഷ്യറ്റിലൊക്കെ കയറിയത്. അപ്പോൾ ആദ്യത്തെ 5 വർഷങ്ങൾ ഞാൻ സത്യത്തിൽ ഇങ്ങനെ കുറച്ച് ധ്യാനങ്ങളൊക്കെ കൂടി, പിന്നെ ധ്യാന ശുശ്രൂഷ ചെയ്യുന്ന ചിലവരുടെ കൂട്ടത്തിലൊക്കെ വെറുതെ ഇങ്ങനെ അവരിങ്ങനെ പോരെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിലൊക്കെ പോയി, അങ്ങനെയൊക്കെ ജീവിച്ചു. പക്ഷേ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു 3-4 വർഷമായിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. കുറേ കാലം ഫിലോസഫി കഴിഞ്ഞ് തിയോളജി അങ്ങനത്തെ കാലത്തൊക്കെ ആത്മീയ കാര്യങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാതായിപ്പോയി. കാരണം എന്താ? സങ്കടം വന്നു. കുറേ കാലം ഇങ്ങനെ ധ്യാനിച്ചിട്ട് ഒരു ഗുണവും ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതെന്നുള്ള പിന്നെ ഒരു എതിർചിന്ത, അങ്ങനത്തെ ഒരു മനോഭാവമായിപ്പോയി എൻ്റേത്. പിന്നെ ദൈവത്തിൻ്റെ കരുണയാൽ, ഈശോയുടെ കരുണയാൽ പട്ടമൊക്കെ കിട്ടി 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ധ്യാനത്തിനൊക്കെ പോയി, വലിയ ദൈവാനുഗ്രഹം. അപ്പം നിനക്ക് തരുമെന്ന ഉള്ളിൽ കിട്ടിയ ഒരു സ്നേഹത്തിൻ്റെ സ്വരമുണ്ടായിരുന്നത്, അത് സത്യത്തിൽ ഭാവിയിൽ പൗരോഹിത്യത്തിനൊക്കെ ശേഷം ഈശോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈശോയ്ക്ക് അറിയാമായിരുന്നു. നമ്മൾ വിശുദ്ധ യോഹന്നാൻ 6 പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യണമെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നു. പക്ഷെ നേരത്തെ നിശ്ചയിച്ച് ഇന്ന സമയത്ത് കൃപ കൊടുക്കണമെന്ന് ഈശോയുടെ മനസ്സിലുണ്ടെങ്കിലും എനിക്കത് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ മറുതലിച്ചു, ഞാൻ നിരാശപ്പെട്ടു, ഞാൻ സങ്കടപ്പെട്ടു. ഇതൊക്കെ എനിക്ക് കൃപ കിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചു. നോക്കി പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുൻപിൽ, കർത്താവിൻ്റെ മനസ്സിൽ ഒരു നിശ്ചയമുണ്ട്, ഇത് ഇന്നതുപോലെ ആയിരിക്കണം. അതുവരെ നാം പിടിച്ചു നിൽക്കുക. ഈശോ പറയുന്നില്ലേ, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ അവസാനം വരെ, കൃപ കിട്ടുന്നത് വരെ നമ്മൾ കൃപയ്ക്ക് വേണ്ടി യാചിക്കണം. അനുഗ്രഹം കിട്ടുന്നത് വരെ നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി
കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം. പ്രത്യാശയോടെ. അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഭൗതികമായ ചില നേട്ടങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ തരും. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നതിന് ദൈവാഗ്രഹത്തിന് വിപരീതമായിരിക്കും. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കാതെ ചോദിച്ചിട്ട് പിന്നെ കിട്ടുന്നില്ലെന്ന് അത് വേറൊരു വശമാണ്. അതല്ല ഞാനിപ്പോൾ പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി കർത്താവിനോട് ഒന്നായിരിക്കാനും ദൈവിക കൃപകളിൽ വളരാനും വിശ്വാസത്തിൻ്റെ അഭിഷേകത്തിൻ്റെ മാർഗങ്ങളിലൂടെ ചരിക്കാനൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ദൈവ ഇടപെടലാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തലല്ല, അത് പരിശോധനയാണ്, പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് ഇതേ രീതിയിലുള്ള വേറൊരു ഇടപെടൽ നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. മോശയും ദൈവവും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം, മോശ, ദൈവം, ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ അവിടെ പറയുകയാണ്. 33 ആദ്യ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് 2-3 തിരുവചനങ്ങളിൽ, പുറപ്പാട് 33, 2-3 തിരുവചനങ്ങളിൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും, കാനാൻകാരെയും അമോര്യരെയും, അതായത് ശത്രുക്കളെ എല്ലാം ഞാൻ ഓടിച്ചു കളയും, തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് നിങ്ങൾ പോകുവിൻ എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു പ്രത്യാശയുടെ സ്ഥലം, കാനാൻ ദേശം. എന്നിട്ട് തൊട്ട് പിന്നാലെ 3-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, പക്ഷേ ഞാൻ നിങ്ങളോടുകൂടെ വരികയില്ല. നിങ്ങൾക്ക് അവിടോട്ട് പോകാം, അവിടെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുണ്ട്, ദൂതനെ അയക്കും, പക്ഷെ ഞാൻ വരികയില്ല. നോക്കിക്കേ, എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ട് കർത്താവ് വരില്ലെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം എന്താണ് ചിന്തിക്കേണ്ടത്? കർത്താവ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ, തേനും പാലും ഒഴുകുന്ന നാട്, ശത്രുക്കളെ എല്ലാം ദൂരെ അകറ്റാൻ ഒരു ദൂതൻ എന്ന് പറഞ്ഞ ഒരു മാലാഖ, ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ കർത്താവ് വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കാം അവർക്ക്. അവരങ്ങനെ ചിന്തിച്ചോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മോശ ഒരു കാര്യം ചെയ്തു. അവിടെ മോശ പറയുകയാണ്, കർത്താവെ അങ്ങ് കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. മോശ ഒരു തീരുമാനം എടുത്തിട്ട് അതങ്ങ് പ്രഖ്യാപിക്കുക കർത്താവിനോട്, കർത്താവെ അങ്ങ് കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. അങ്ങില്ലെങ്കിൽ ഞങ്ങൾക്ക് തേനും വേണ്ട, പാലും വേണ്ട, ദേശവും വേണ്ട, അനുഗ്രഹവും വേണ്ട. അങ്ങ് കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ അറിയോ, ദൈവം അവരുടെ കൂട്ടത്തിൽ പോകുന്നില്ല എന്ന് പറയാൻ കാരണം ഇവരുടെ ദുസ്വഭാവങ്ങളാണ്. ഇവിടെ പറയുന്നുണ്ട്, 3-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, 33:3 പുറപ്പാടിൽ പറയുകയാണ്, ഞാൻ നിങ്ങളോടുകൂടി വരുന്നില്ല, വന്നാൽ നിങ്ങളുടെ ദുശാഠ്യം നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ ഞാൻ നശിപ്പിച്ച് കളയും. പറഞ്ഞാൽ നിങ്ങളുടെ പാപ അവസ്ഥ, നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് നിങ്ങളെ സഹിക്കാൻ പറ്റില്ല, നിങ്ങളെ ഞാൻ ഇല്ലാതാക്കി കളയും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. പെട്ടെന്ന് അവരെന്ത് ചെയ്തു? അവർ അനുതാപത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ ചില അടയാളങ്ങൾ കാണിച്ചു. അവർ ആഭരണങ്ങളെല്ലാം ഊരി, എന്ന് പറഞ്ഞാൽ അവരുടെ ആ ആർഭാട ആഘോഷ ശൈലികളൊക്കെ അവരൊന്ന് മാറ്റി. എന്നിട്ട് അനുതാപത്തിൻ്റെ ഒരു അടയാളം, ചാക്കുവസ്ത്രം ധരിച്ചു എന്നിവിടെ പറയുന്നില്ല, പക്ഷേ ചാക്കുവസ്ത്രം ധരിക്കുന്നതൊക്കെ അനുതാപത്തിൻ്റെ അടയാളമാണല്ലോ. അപ്പോൾ ഈ ആഭരണങ്ങളും അങ്ങനെയുള്ള ആഘോഷത്തിൻ്റെ ഇതെല്ലാം മാറ്റി നിർത്തുന്നത് അനുതാപത്തിൻ്റെ ഒരു അടയാളം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വലിയ നോമ്പിൻ്റെ കാലത്ത് ആഘോഷങ്ങളും അതുപോലെ വിവാഹങ്ങളും ഒന്നും നടത്താത്തത്. അപ്പോൾ ആഘോഷം അതൊരു അനുതാപത്തിൻ്റെ കാലഘട്ടമായതുകൊണ്ട് ആഘോഷങ്ങൾ മാറ്റി, അതുകൊണ്ടാണ് പള്ളിപ്പെരുന്നാൾ അതിന് മുമ്പ് എല്ലാ പള്ളിപ്പെരുന്നാളുകളും തീർക്കുന്നത്. അപ്പോൾ എന്നതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ ആ ആഭരണങ്ങളൊന്നും അണിഞ്ഞില്ല, അവർ അനുതാപത്തിൻ്റെ ഒരു അടയാളം കാണിച്ചു. എന്നിട്ട് മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിൽ സംപ്രീതനാണെന്ന്, എൻ്റെ ജനത്തിൽ സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അപ്പം നോക്കി, അങ്ങ് വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. അങ്ങ് വരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങ് ഞങ്ങളിൽ സംപ്രീതനാണെന്ന് ഞങ്ങൾ അറിയുക? അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിലോ പിന്നെ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹവും ഇല്ലെങ്കിലും, എന്ന് പറഞ്ഞാൽ ബാഹ്യമായി ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും അങ്ങുള്ളത് കൊണ്ട് ഞങ്ങൾ വലിയവരായി മാറും. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞ് മോശ അങ്ങോട്ടൊരു നിർബന്ധം കാണിക്കുക. അങ്ങ് കൂടെ നിൽക്കണം, അങ്ങ് വിട്ടുപോകരുത്. പ്രിയ സഹോദരങ്ങളെ, മോശ ഈ നിർബന്ധം കാണിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മാറി. നമ്മൾ നേരത്തെ കണ്ട എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ ഈശോയെ നിർബന്ധിച്ചതുപോലെ ഇവിടെ മോശ ഒരു നിർബന്ധം കാണിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മാറുകയാണ്. 17-ാം തിരുവചനം പറയുകയാണ്, കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും.
നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് വന്നേക്കാം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ വന്നേക്കാം, കാരണം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഒന്ന് നോക്കിക്കേ, ദൈവം നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന, നമ്മളെ പിന്തിരിപ്പിക്കുന്ന ചില പ്രവൃത്തികൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നെ ചെയ്യും. അല്ലെങ്കിൽ കർത്താവ് തന്നെ അതങ്ങ് അനുവദിക്കും. ഇവിടെ ജനത്തിന് ഒരു മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ദൈവം വെറുതെ ഒന്ന് പരീക്ഷിച്ചതല്ല. നമ്മൾ പുതിയ നിയമത്തിൽ കണ്ടതുപോലുള്ള വെറുതെ ഒരു പരിശോധനയും പരീക്ഷണം മാത്രമായിരുന്നില്ല. ദൈവജനത്തിൻ്റെ ജീവിത ശൈലിയിൽ പാപകരമായതുണ്ടായിരുന്നു, ദുശാഠ്യമുണ്ടായിരുന്നു. അപ്പോൾ ദുശാഠ്യം, പാപകരമായ ജീവിതം കൃപയെ നഷ്ടപ്പെടുത്തുമെന്ന് അവരറിയണം. അപ്പോൾ ഇതൊരു പ്രത്യേകമായ മാനസാന്തരത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ കൂടിയാണ്. ചില സമയത്ത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്കൊരു അനുഗ്രഹം കിട്ടുന്നില്ല. നമ്മൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, നമ്മളോട് മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്തു, എന്നിട്ടും കൃപ കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടുന്നില്ലെങ്കിൽ, ഒരു പക്ഷേ നമ്മളിൽ ചില ദുശാഠ്യങ്ങളോ ചില സ്വഭാവ വൈകല്യങ്ങളോ ചില പാപകരമായ സാഹചര്യങ്ങളോ ഉണ്ടാകുമായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പാപകരമായ സാഹചര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈശോയുടെ മുൻപിൽ ഒരു മാനസാന്തരത്തിൻ്റെ, ഒരു ആത്മശോധനയുടെ സമയം കണ്ടെത്തണം. ഇങ്ങനെ ആത്മശോധനയുടെ സമയം, നമ്മൾ അങ്ങനെ ആത്മശോധന ചെയ്തു തുടങ്ങിയാലുണ്ടല്ലോ, നമ്മളിൽ ഒരു മാറ്റം വരുത്തണം നമ്മൾ തീരുമാനിച്ചു തുടങ്ങിയാലുണ്ടല്ലോ, കർത്താവിൻ്റെ ഇടപെടലുകൾ വളരെ പ്രകടമാകാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമുക്കത് കിട്ടുന്നില്ല, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, നമ്മൾ കൗൺസിലിങ്ങിന് പോയി, ആരുടെയെങ്കിലും ഉപദേശം തേടി, അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പം അവർ പറയുകയാണ് ചില മദ്യപാനത്തിൻ്റെ സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ചില മോശമായ കൂട്ടുകെട്ടുകളോ ചില പ്രത്യേക തരത്തിലുള്ള ദുസ്വഭാവങ്ങളോ ഒക്കെ നമുക്കുണ്ട്, അപ്പോൾ അതങ്ങ് മാറ്റണം എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് വീണ്ടും ചെന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, നമുക്കത് കൃപയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നതും അതിനേക്കാളും വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ വളരും. എന്നാൽ നമ്മൾ പറയുകയാണ്, അതിപ്പോൾ ആരാ ചെയ്യാത്തത്, അതിനിപ്പോൾ എന്താ കുഴപ്പം, അതുകൊണ്ട് അതൊക്കെയാണോ ദൈവം നോക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളുടെ പാപാവസ്ഥയെ നമ്മൾ ന്യായീകരിക്കുകയാണെങ്കിൽ നമുക്കത് കൃപയാകുകയില്ല, നമുക്കത് അനുഗ്രഹമാകുകയില്ല. അപ്പോൾ നോക്കിയേ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ജീവിതത്തിൽ ചില സമയത്ത് കർത്താവ് ഇങ്ങനെ ചില ശാഠ്യം പിടിച്ച് നമ്മളോട് അത് ചെയ്യുകയില്ല, അല്ലെങ്കിൽ നമ്മൾ ചില പ്രതിസന്ധികളിൽ വിട്ടിട്ട് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കർത്താവ് നോക്കും. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മളുടെ ആഴപ്പെട്ട ശരണത്തിൻ്റെയും പ്രഖ്യാപനത്തിലുള്ള സമയമാണ് നമ്മൾ തിരിച്ചറിയണം. 2, നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില നിശബ്ദത, ദൈവത്തിൻ്റെ നിശബ്ദത, ദൈവം ഇടപെടാത്ത ചില സാഹചര്യങ്ങൾ, കർത്താവ് ഒന്നും മിണ്ടാതെ ഞാൻ കൂടെ വരുന്നില്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയില്ല എന്ന് കട്ടായം പറയുന്ന ചില സാഹചര്യങ്ങൾ. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ സമയത്ത് നമ്മളുടെ ഒരു മാനസാന്തരത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക. നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണം, ഒന്ന് ആത്മശോധന ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും കർത്താവ് തരാത്തത്? അപ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല, ചിലത് നമ്മുടെ ഉപദേശത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു, ചില കൗൺസിലിംഗ് സമയത്ത് നമുക്കത് മനസ്സിലാകുന്നു. അപ്പോൾ നമ്മൾ ആ കാര്യം മാറ്റാൻ വേണ്ടി പരിശ്രമിക്കണം. മാറ്റുക എന്ന് മാത്രമല്ല, അത് മാറ്റിയിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള, പുണ്യത്തിൻ്റെ ജീവിതം നയിക്കാനുള്ള ഒരു രീതിയും കൂടെ ഉണ്ടാവണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധിയിലേക്ക് വളരും എന്ന് മാത്രമല്ല, വലിയ ദൈവകൃപകൾ, നമ്മൾ ചോദിച്ചതും അതിനേക്കാളും വലുതുമായ കൃപകൾ കർത്താവ് നമ്മുടെ മേൽ വർഷിക്കുകയും ചെയ്യും. ഈ ഒരു ബോധ്യത്തിൽ നിന്ന് വേണം നമ്മൾ നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടാൻ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങ് ഞങ്ങളെ ചില പ്രതിസന്ധികളിലൂടെ കടത്തിവിട്ട് അങ്ങ് നിശബ്ദമായി ഇരിക്കുന്ന ചില അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടാകുമ്പോൾ, ഞങ്ങളുടെ പാപാവസ്ഥയിൽ നിന്നാണ് അതുണ്ടാകുന്നതെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടാനും, ഇനി അങ്ങനെയല്ല ഞങ്ങൾ കൂടുതൽ വിശ്വാസത്തിൽ വളർന്ന് ഞങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങനെയുള്ള ശരണവുമെല്ലാം പ്രഖ്യാപിക്കാനാണ് അത് ആവശ്യപ്പെടുന്നതെങ്കിൽ അങ്ങനെയും ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ വിശ്വാസം പ്രഖ്യാപിച്ച് വിശുദ്ധിയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അഭിഷേകം തരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, എല്ലാ സാഹചര്യങ്ങളിലും, പ്രതിസന്ധിയുടെ സകലമായ സാഹചര്യങ്ങളിലും അമ്മയുടെ മധ്യസ്ഥം ഉണ്ടായിട്ട് എങ്ങനെയാണ് ഞങ്ങൾ ആ സമയത്ത് പ്രതികരിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ, പറഞ്ഞു തരണമേ. ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ നിശബ്ദതയിലും ദൈവത്തിൻ്റെ നിസ്സഹകരണത്തിലും
ദൈവകൃപയുണ്ട്, കരുണയുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിരാശപ്പെടാതെ മുന്നേറുവാനുള്ള കൃപ തരണമേ, വാങ്ങിത്തരണമേ അമ്മേ. വിശുദ്ധ ഔസേപ്പ് പിതാവെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ.